പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും 4-ാം മാസത്തിൻ്റെ 26-ാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു. ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് ഈ പ്രഭാതവും ഈ വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവദാസന്മാർക്കും ദൈവദാസന്മാർക്കും വാത്സല്യ കുഞ്ഞുങ്ങൾക്കും എൻ്റെ ഹൃദയത്തിൻ്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, ഈ 4-ാം മാസത്തിൻ്റെ അവസാനത്തെ വിശുദ്ധ പ്രഭാതത്തിലാണ് നാം വന്നു നിൽക്കുന്നത്. നമ്മുടെ ആയുസ്സിൽ ഒരു ദിനം കൂടെ ദൈവം തന്നല്ലോ. ദൈവം നമ്മെ കണ്ണുനീരിൽ നിന്നും കാലിനെ വീഴ്ചയിൽ നിന്നും പ്രാണനെ മരണത്തിൽ നിന്നും വിടുവിച്ച നല്ല നാഥനെ ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. നമ്മേക്കാൾ എത്രയോ പ്രായം കുറഞ്ഞവർ, ആരോഗ്യമുള്ളവർ, വിദ്യാഭ്യാസമുള്ളവർ, സൗന്ദര്യമുള്ളവർ, സമ്പത്തുള്ളവർ ഈ ലോകത്ത് നിന്ന് കഴിഞ്ഞ നാളുകളിൽ പല നിലകളിൽ, രോഗശയ്യയിൽ, പെട്ടെന്നുണ്ടായ ആക്സിഡൻറ്റുകളിൽ, നിരച്ചിരിക്കാത്ത നേരത്തുണ്ടായ അനർത്ഥങ്ങൾ, അപകടങ്ങൾ, എത്രയെത്ര സ്തോത്രം വലിയ അനുഭവങ്ങളിൽ കൂടെ അനേക കുഞ്ഞുങ്ങൾ ഈ ലോകത്ത് നിന്ന് മാറ്റപ്പെട്ടപ്പോൾ അവരെക്കാൾ യോഗ്യത പറയുവാനില്ലാത്ത നമ്മെ ദൈവം നമ്മുടെ ആയുസ്സിൽ ഒരു പ്രഭാതം കൂടെ തന്നല്ലോ. ഈ മാസത്തിൻ്റെ ഒടുവിലത്തെ വിശുദ്ധ ആരാധനയിൽ ലോകമെമ്പാടും സത്യത്തിലും ആത്മാവിലും ആരാധിക്കുന്ന എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഈ പ്രഭാതവും നമുക്ക് വചന സന്ദേശത്തിലേക്ക് പ്രവേശിക്കാം. കഴിഞ്ഞ നാളുകളിൽ നിങ്ങളുടെ വിലയേറിയ പ്രാർത്ഥന എൻ്റെ ജീവിതത്തിലും കോട്ടയായിരുന്നു. കർത്താവിൻ്റെ ദാസിദാസന്മാരെ, നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥനയുടെ മറുപടികൾ ലഭിച്ചു എന്ന് കേൾക്കുമ്പോൾ അനേക പ്രിയപ്പെട്ടവർ, കർത്താവിൻ്റെ ദാസിദാസന്മാർ ഓരോ ദിനവും സന്തോഷത്തോടെ, നന്ദിയോടെ ഓരോ പ്രാർത്ഥനയുടെ മറുപടികൾ ദൈവം ഞങ്ങൾക്ക് നൽകിയെന്ന് സ്തോത്രം പറഞ്ഞ് സ്തോത്രം അറിയിക്കുമ്പോൾ ഞങ്ങൾക്കുണ്ടാകുന്ന ആ ദൈവസ്നേഹത്തെയും ആ ദൈവിക കരുതന്നെയും ഓർത്ത് കർത്താവിനെ സ്തുതിക്കുന്നു. ഈ ദിവസങ്ങളിൽ സഭ ഉപവാസത്തോടെ പ്രാർത്ഥനയോടുകൂടെ അനേക വിഷയങ്ങൾ ശ്രദ്ധയോടെ പ്രാർത്ഥിച്ചു വരുന്നു. ഇനിയും ദൈവം അത്ഭുതങ്ങളെ ചെയ്യും. സ്തോത്രം. ഇയ്യോബിൻ്റെ പുസ്തകം ഈ പ്രഭാതം ഇപ്രകാരം പറയുന്നു. 42-ാം അധ്യായം. ഇയ്യോബ് തൻ്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ യഹോവ അവൻ്റെ സ്ഥിതിക്ക് ഭേദം വരുത്തി. മുമ്പേ ഉണ്ടായിരുന്നതൊക്കെയും യഹോവ ഇയ്യോബിന് ഇരട്ടിയായി കൊടുത്തു. ഓരോരുത്തരുടെയും പൂർവ്വകാല സ്ഥിതികൾക്ക് വളരെ വ്യത്യാസമുണ്ട്. ഒരു കാലത്ത് സമ്പന്നരായിരുന്നവർ ഇന്ന് ദരിദ്രരായി തീരുന്നു. എന്നാൽ കഴിഞ്ഞ കാലങ്ങളിൽ ദരിദ്രരായിരുന്നവർ ഇന്ന് സമ്പന്നരായി തീരുന്നു. അങ്ങനെ പലർക്കും ഓരോ കാലഘട്ടങ്ങളിൽ സ്ഥിതികൾക്ക് മാറ്റമുണ്ട്. എന്നാൽ ദൈവം തൻ്റെ ജനത്തിൻ്റെ സ്ഥിതി മാറ്റും എന്ന് ദൈവവചനം പറയുന്നു. സത്യസന്ധമായും പരമാർത്ഥമായും ദൈവത്തെ അന്വേഷിക്കുകയും വിശുദ്ധിയോടും വേർപാടോടും കൂടെ ദൈവത്തെ ആരാധിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന പലരുടെയും സാമ്പത്തിക സ്ഥിതിക്ക് ഭേദം വരുന്നില്ല എന്ന് പരിഭവിക്കുന്നവരുമുണ്ട്, പരാതി പറയുന്നവരുമുണ്ട്. എന്നാൽ എല്ലാവരുടെയും സ്ഥിതി മാറ്റുവാനും വഴി നടത്തുവാനും ദൈവം മതിയായവനും അങ്ങനെ ചെയ്യുന്നവനുമാണ്. എല്ലാ വിശുദ്ധന്മാരും സാമ്പത്തികമായി ഉയരുകയും ഒന്നിനും കുറവില്ലാത്തവരായി തീരുകയും ചെയ്യുമെന്ന് വചനം പഠിപ്പിക്കുന്നില്ല. ചില ഭക്തന്മാർ സാമ്പത്തികമായി ഉയർന്നെന്ന് വരാം, മറ്റുള്ളവരും അങ്ങനെ ഉയരണമെന്നില്ല. ഓരോരുത്തരെ കുറിച്ചും ദൈവത്തിന് പ്രത്യേക ഉദ്ദേശങ്ങളുണ്ട്. ഒരുത്തനെ ഉയർത്തുകയോ താഴ്ത്തുകയോ ചെയ്യുക എന്നുള്ളത് അത് ദൈവിക പദ്ധതിയിൽ പെട്ട കാര്യമാണ്. അത് നമുക്കൊരിക്കലും ചോദ്യം ചെയ്യാവുന്നതല്ല. അതിൽ ശാരീരികവും സാമ്പത്തികവും ഭൗതികവും ആത്മീയമായ എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് എന്ന് വേണം കരുതുവാൻ. ഒരു കണ്ണിനും ആദരവ് തോന്നാതിരുന്ന നമ്മെ തേടിയെത്തിയതും നമ്മെ വീണ്ടെടുത്ത് ഉന്നത നിലയിൽ എത്തിച്ചതും നമ്മുടെ സ്ഥിതിക്ക് ഭേദം വരുത്തിയതും നമ്മുടെ കർത്താവ് മാത്രമാണ്, യേശു ക്രിസ്തു മാത്രമാണ്. ഹല്ലേലൂയ. യേശു ഉള്ളിൽ ആയിത്തീരുന്നതാണ് ഒരുവൻ്റെ സ്ഥിതി മെച്ചപ്പെടുവാൻ കാരണമാകുന്നത്. എന്നാൽ ഒരുവൻ്റെ മേൽ ദുരാത്മാവ് ബാധിച്ചാൽ അവൻ്റെ അവസ്ഥ വഷളായിത്തീരും.
ഒരു ദുരാത്മാവ് മാത്രം ഉള്ളിൽ വസിച്ചിരുന്ന ശൗൽ രാജാവിന്റെ സ്ഥിതി എത്ര ദയനീയമായിരുന്നു എന്ന് നാം അറിയുന്നുവല്ലോ. ദുരാത്മാവ് കയറുമ്പോൾ അവൻ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ട ദാവീദ് കിന്നരം വായിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുമ്പോൾ അവൻ തന്നിൽ വ്യാപരിച്ചിരിക്കുന്ന ദുരാത്മാവ് തൻ്റെ വിട്ടു പോകും. വീണ്ടും അവൻ പഴയ സ്ഥിതിയിലേക്ക് മാറുമ്പോൾ അവനെ പിന്നെയും ദുരാത്മാവ് പിടിക്കും. വളരെ ദയനീയമായിരുന്നു ശൗലിന്റെ അവസ്ഥ. ലഖ്യോൻ ബാധിച്ച ഗദരദേശത്തിലെ ഭൂതഗ്രസ്തന്റെ ജീവിതവും വളരെ ദയനീയമായിരുന്നു. തന്നെ കല്ലുകൾ കൊണ്ട് തൻ്റെ ശരീരത്തെ ചതച്ചും വേദനിപ്പിച്ചും ആർക്കും അതുവഴി കടന്നു പോകുവാൻ കഴിയാത്ത നിലകളിൽ ഒരു ഭയാനകമായ അന്തരീക്ഷത്തെ സൃഷ്ടിച്ചുകൊണ്ട് ആ മനുഷ്യൻ ജീവിക്കുവാനിടയായി. എന്നാൽ യേശു അവനെ തേടിയെത്തി അവൻ്റെ ജീവിതത്തിൽ പഴയ സ്ഥിതികളേക്കാൾ ഭേദം വരുത്തി. പഴയ സ്ഥിതിയിൽ നിന്നെല്ലാം ഭേദം വരുത്തി അവൻ സ്വർഗരാജ്യത്തെക്കുറിച്ച് പ്രസംഗിക്കുന്ന ഒരു ദൈവപുരുഷനായി, ഒരു ദൈവ പൈതലാക്കി ദൈവം അവനെ മാറ്റി. ദക്കപ്പലി നാട്ടിൽ അവൻ സുവിശേഷ വേലക്കാരനായി തീരുവാനിടയായി. ഹല്ലേലൂയ. ആമേൻ. യൂദയിൽ സാത്താൻ കടന്നപ്പോഴുള്ള അവൻ്റെ അനുഭവം വളരെ ദയനീയമായിരുന്നു. യേശു ക്രിസ്തുവിനെ 30 വെള്ളിക്കാശിന് വിറ്റത് മാത്രമല്ല, സ്തോത്രമില്ലേ, അവന് സ്വസ്ഥത കൊടുക്കാതെ അവൻ്റെ ജീവിതത്തിൽ സമാധാനം നഷ്ടപ്പെട്ടു. അവൻ ജീവിക്കുവാൻ അവൻ മറന്നുപോയി. അവനെ ജീവിക്കേണ്ട എന്നുള്ള ചിന്ത അവനെ ഭരിക്കുവാനിടയായി. ദുരാത്മാവ് ഒരു വ്യക്തിയുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ ശരീരത്തിൽ കയറി വസിക്കാൻ തുടങ്ങുമ്പോൾ, ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ഭവനത്തിൽ ദുരാത്മാവ് കയറിയാൽ ആ ഭവനവും നശിപ്പിച്ച് ആ വ്യക്തിയെ നശിപ്പിച്ച് അവൻ്റെ പ്രാണനെ തീർത്തിട്ടേ ദുഷ്ടൻ മാറുകയുള്ളൂ. അതാണ് സാത്താൻ്റെ തന്ത്രങ്ങൾ. അതുപോലെ ഒരിക്കൽ ക്രിസ്തുവുള്ളിൽ വാസം ചെയ്യുകയും ജീവിതത്തിൻ്റെ സ്ഥിതിക്ക് ഭേദം വരികയും ചെയ്തവർ ലോക ഇൻപങ്ങളിൽ കുടുങ്ങി പാപത്തിൽ വീഴുകയും രഹസ്യ പാപങ്ങളിൽ രഹസ്യ പാപങ്ങളിൽ വീഴുകയും അതിൽ തുടരുകയും ചെയ്താൽ ക്രിസ്തു ആ വ്യക്തിയെ വിട്ടുപോവുകയും അവൻ്റെ ഒടുവിലത്തെ സ്ഥിതി ഏറ്റവും പരിതാപകരമായി തീരുകയും ചെയ്യും എന്ന് വചനം വ്യക്തമായി പറഞ്ഞു. അത് മാത്രമല്ല, അവൻ ദേശത്തിൻ്റെ നടുവിൽ നിന്ദാപാത്രമായി മാറും. അവൻ നിന്ദിക്കപ്പെടുന്നവനായി, മറ്റുള്ളവർ അവനൊരു പരിഹാസമായി സഭയ്ക്കകത്തും ദേശത്തിൻ്റെ നടുവിലും ഭവനത്തിനകത്തളത്തിലും ബന്ധുമിത്രാദികളുടെ മുന്നിലും ആ വ്യക്തി ഹല്ലേലൂയ അവൻ പരിഹാസിയായി മാറും. യോസഫിൻ്റെ ജീവിതവും നമുക്ക് നല്ലൊരു മാതൃകയാണ്. പൊട്ടക്കിണറും അടിമവേലയും പോത്തിഫറിന്റെ കുടുംബവും കാരാഗ്രഹവും മറ്റ് യാതൊന്നും തൻ്റെ ആത്മീയ ജീവിതത്തിന് തടസ്സമായിരുന്നില്ല. തൻ്റെ വിശുദ്ധ ജീവിതം താൻ കാത്തു സൂക്ഷിക്കുവാനിടയായി. ഹല്ലേലൂയ. ഒരു കോട്ടവും വരുത്തിയില്ല. വിശുദ്ധിയോടെ വിശ്വസ്തയോടെ ദൈവസനിൽ അവൻ നിൽക്കുവാനിടയായി. അതുകൊണ്ട് എന്തുണ്ടായി? സ്തോത്രം. ഹല്ലേലൂയ. മിസ്രൈമിൽ ഒരു മനുഷ്യന് ഏറ്റവും ഉന്നതങ്ങളിൽ എത്തിപ്പെടാൻ പറ്റുന്ന നിലകളിൽ ദൈവം യോസഫിനെ മാനിപ്പാനിടയായി. തൻ്റെ പഴയ പൂർവ്വസ്ഥിതികളിൽ നിന്നും തൻ്റെ ജീവിതത്തെ മാറ്റുവാനിടയായി. ദൈവം അങ്ങനെയുള്ളവരുടെ സ്ഥിതികൾക്ക് ഭേദം വരുത്തുക തന്നെ ചെയ്യും. അക്കാലത്തും ദൈവത്തെ എല്ലാ കാലത്തും ദൈവത്തെ വാഴ്ത്തി ദൈവത്തെ ആരാധിച്ച ദാവീദിനെ ആടുകളുടെ നടുവിൽ നിന്നും മരുഭൂമിയുടെ നടുവിൽ നിന്നും രാജപദവിയിലേക്ക് ദൈവം തൻ്റെ സ്ഥിതിയെ മാറ്റി. ഇന്ന് പ്രഭാതം പ്രിയ ദൈവത്തിലെ നിന്റെ സ്ഥിതിയെ മാറ്റുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും ഉപവസിക്കുവാനും വിശ്വസ്തയോടുകൂടെ നിൽക്കുവാനും നീ ഒരുക്കമാണോ? ഇന്ന് പ്രഭാതം നിന്റെ ജീവിതത്തെ യേശുവിനായി സമർപ്പിക്കുവാൻ നീ തയ്യാറാണോ? ആത്മഹത്യയുടെ അവസ്ഥകളിൽ നിന്നും എല്ലാ തകർച്ചയുടെ വക്കുകളിൽ നിന്നും നിന്നെ വിടുവിച്ചുയർത്തി നിന്റെ സ്ഥിതികൾക്ക് ഭേദം വരുത്തുവാൻ നാം മുന്നമേ കേട്ട അനേക ഭക്തന്മാരുടെ സ്ഥിതികൾക്ക് ഭേദം വരുത്തിയ അതേ ദൈവത്തിൻ്റെ കരം കുറുകാതെ ഇന്ന് പ്രഭാതവും ജീവനുള്ള ദൈവം ഇന്നും ജീവനോടെ നമ്മെ വിടുവിപ്പാൻ സ്വർഗത്തിലുണ്ട്. ദൈവസന്നിധിയിൽ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത സകല ഭക്തന്മാരുടെ സ്ഥിതികൾക്കും ദൈവം ഭേദം വരുത്തുവാൻ ഇടയായിട്ടുണ്ട്. മൊർദെഖായിയുടെ ഹല്ലേലൂയ രാജാവിൻ്റെ പടിവാതിക്കൽ ഇരുന്ന് പ്രാർത്ഥിച്ചവൻ
രാജാവിൻ്റെ കൊട്ടാരത്തിനകത്ത് കയറുവാൻ ഒരു ചാൻസ് ഇല്ലാതിരുന്ന, ഒരു സാഹചര്യവുമില്ലാതിരുന്ന മൊർദെഖായിയുടെ സ്ഥിതിക്ക് ദൈവം ഭേദം വരുത്തുവാനിടയായി. ഒറ്റ പ്രാർത്ഥന, സ്തോത്രം, ഹല്ലേലൂയ. 3 ദിവസത്തെ ഉപവാസവും പ്രാർത്ഥനയും കഴിഞ്ഞപ്പോൾ മൊർദെഖായിയുടെ സ്ഥിതി മാറി. ഹല്ലേലൂയ. നിലവിളിച്ചു കരഞ്ഞ, കൈപ്പോടെ കരഞ്ഞ മൊർദെഖായിയുടെ യഹൂദന്മാരുടെയും സ്ഥിതികൾക്ക് ആനന്ദവും സന്തോഷവും സമാധാനവും അവരുടെ ജീവിതത്തിനകത്ത് ഇനി ഒരിക്കലും ഒരു വെളിച്ചം കാണത്തില്ല, ഒരു സന്തോഷം കാണത്തില്ല, ചിരിക്കുവാൻ കഴിയത്തില്ല, ആനന്ദിപ്പാൻ കഴിയത്തില്ല എന്ന് നനച്ച് ഭയപ്പെട്ടിരുന്ന ആ യഹൂദന്മാരുടെ നടുവിൽ ആനന്ദവും പ്രകാശവും സന്തോഷവും സമാധാനവും നിറയ്ക്കുവാൻ, അവരുടെ സ്ഥിതികൾക്ക് മാറ്റം വരുവാൻ ദൈവം കൃപ ചെയ്തുവെങ്കിൽ ഇന്ന് പ്രഭാതം പ്രിയ ദൈവത്തിലെ ഇയ്യോബിൻ്റെ സ്ഥിതികൾക്ക് മാറ്റം വരുത്തിയ ദൈവം, ഹല്ലേലൂയ, നമ്മുടെ സ്ഥിതികൾക്കും ദൈവം മാറ്റം വരുത്തും. പ്രാർത്ഥനയോടുകൂടി ദൈവസ്ഥലായിരിക്കാമോ? ഒരു നിമിഷം നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹവും പ്രശാന്തവുമായ നല്ല പ്രഭാതത്തിനായി സ്തോത്രം. അനേക നാളുകളായി എൻ്റെ സ്ഥിതികൾക്കൊരു മാറ്റമില്ലയോ, എൻ്റെ തലമുറകളുടെ സ്ഥിതികൾക്കൊരു മാറ്റമില്ലയോ, എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതിക്കൊരു മാറ്റമില്ലയോ, എൻ്റെ ശുശ്രൂഷകൾക്കൊരു മാറ്റമില്ലയോ, എൻ്റെ സ്തോത്രം ഭവനത്തിനൊരു മാറ്റമില്ലയോ, സഭയ്ക്കൊരു മാറ്റമില്ലയോ എന്ന് ഒരു സ്ഥിതിയുടെ മാറ്റത്തിന് വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്ന അനേക ദൈവ കുഞ്ഞുങ്ങളുടെ സ്ഥിതികൾക്ക് ഭേദം വരുവാൻ സ്വർഗം കൃപ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഇന്ന് പ്രഭാതം എല്ലാവരെയും അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ആത്മീയ ഭൗതിക നന്മകൾ നൽകി മാനിക്കണം, ആദരിക്കണം, അനുഗ്രഹിക്കണം, മഹത്വം എടുക്കണം. യേശുവിൻ്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥന കേൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ.